In this lecture, let's discuss the nomenclature of single point cutting tool. SPCT, single point cutting tool. നമ്മൾ സാധാരണ ടൂൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ കട്ടിംഗ് ഓപ്പറേഷനിൽ മോർ ദാൻ വൺ പോയിന്റ് വർക്ക് പീസുമായിട്ട് കോണ്ടാക്ട് വരുന്നതിനെയാണ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറയുക. ഇനി സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആകുമ്പോൾ കട്ടിംഗ് ഓപ്പറേഷനിൽ ടൂളിൻ്റെ ഒരു പോയിന്റ് മാത്രം, ഒരു പിൻ കോണ്ടാക്റ്റ് മാത്രമായിരിക്കും വർക്ക് പീസുമായിട്ടുണ്ടാവുക. ഇപ്പം നമ്മുടെ മില്ലിംഗ് കട്ടർ, റൗണ്ട് കട്ടർ, അതൊക്കെ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഇനി നമ്മൾ ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന ടൂള് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഇപ്പം സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അബ്രിവിയേറ്റഡ് ആസ് SPCT, അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഇതിൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. ഈ ടൂളിൻ്റെ മെയിൻ പാർട്ടാണ് ഷാങ്ക്. ഈ ബോഡി, ടൂളിൻ്റെ ബോഡീനാണ് ഷാങ്ക് എന്ന് പറയുക. ഇനി ഈ ടൂളിന് രണ്ട് കട്ടിംഗ് എഡ്ജ് ഉണ്ട്. ഒന്ന് സൈഡ് കട്ടിംഗ് എഡ്ജ്, അടുത്തത് എൻ കട്ടിംഗ് എഡ്ജ്. രണ്ട് കട്ടിംഗ് എഡ്ജ് ഉണ്ട്. ഇവിടെ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുക, ഒരു റെക്റ്റാങ്കുലർ പ്രിസം. ആ റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ ഒരു പോയിൻ്റാണ് നമുക്ക് വർക്ക് പീസുമായിട്ട് കോണ്ടാക്റ്റ് വരേണ്ടത്. അപ്പോൾ ഒരു പോയിൻ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ ആണ് കട്ടിംഗ് ഫ്രിക്ഷൻ കുറയുക, കട്ടിംഗ് ഓപ്പറേഷൻ സ്മൂത്തായിട്ട് നടക്കുക, പവർ റിക്വയർമെൻറ്റ് കുറയുക. അങ്ങനെ ഈ ഒരു പോയിൻ്റ് കോണ്ടാക്റ്റ് വരണമെങ്കിൽ നമ്മൾ ആ പ്രിസത്തിൻ്റെ ഒരു കോർണറിൽ നമുക്ക് എടുക്കുമ്പോൾ 3 ഫേസ് ഉണ്ടാകും. സപ്പോസ് ഈ ഒരു കോർണർ എടുക്കുമ്പോൾ ഇവിടെ ഈ കോർണറിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന 3 ഫേസ് ഉണ്ടാവും. ഒരു ഫേസ്, 2 ഫേസ്, 3 ഫേസ്. ഇങ്ങനെ 3 ഫേസ് ഉണ്ടാവും. ഈ ഒരു പോയിന്റുമായിട്ട്, അതായത് ഈ കോർണറുമായിട്ട് മാത്രം വർക്ക് പീസ് കോണ്ടാക്റ്റ് വരണമെങ്കിൽ നമ്മൾ ഈ 3 ഫേസും അല്പം ആംഗിളർ ഇൻക്ലിനേഷൻ കൊടുക്കണം. ഒരു ആംഗിളിൽ ഇൻക്ലിനേഷൻ കൊടുക്കണം. അങ്ങനെ ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 3 ഫേസിലും 2 ഡയറക്ഷൻ ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 6 ആംഗിൾസ് കിട്ടും. അങ്ങനെ ഇവിടെ 3 ഫേസ് ഉണ്ട്. ഓരോ ഫേസിലും ഇൻക്ലിനേഷൻ, അതായത് ഒന്ന് എലോങ് ദ ലെങ്ത് ഓഫ് ദി ടൂൾ, 2 പെർപെൻഡിക്കുലർ ടു ദി ലെങ്ത് ഓഫ് ദി ടൂൾ. ഒന്ന് ടൂൾ ലെന്തിന് എലോങ് ആയിട്ട്, ഇനി പെർപെൻഡിക്കുലർ ആയിട്ട്. അതുപോലെ എല്ലാ ഫേസിലും. ഇനി ഇവിടുന്ന് ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ ഒരു ഇൻക്ലിനേഷൻ, പിന്നെ ഈ ഡയറക്ഷനിൽ ഒരു ഇൻക്ലിനേഷൻ. അതുപോലെ അടുത്ത ഫേസിലും താഴോട്ടൊരു ഇൻക്ലിനേഷൻ, പിന്നെ സൈഡിലോട്ടൊരു ഇൻക്ലിനേഷൻ. ഇങ്ങനെ 3 ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടലി 6 ആംഗിൾസ് കിട്ടും. ഇനി ഈ ഇൻക്ലിനേഷൻ കൊടുക്കുന്ന ഇതിൻ്റെ കോർണർ പോയിന്റിനെയാണ് നമ്മൾ നോസ് എന്ന് പറയുക. നോസ്. അപ്പോൾ ഈ നോസ് ഹാസ് ഗോട്ട് സം റേഡിയസ് കോൾഡ് നോസ് റേഡിയസ്. ദ നോസ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വർക്ക് പീസ് ഡ്യൂറിങ് കട്ടിംഗ് ഓപ്പറേഷൻ. ഈ സൈഡ്, ഈ ടൂളിൻ്റെ എക്സ്പോസ്ഡ് ആയ ഈ സൈഡിനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുക. സൈഡ് ഫേസസിനെയാണ് ഫ്ലാങ്ക് എന്ന് പറയുക. ഇനി ടോപ്പ് ഫേസിനെ നമ്മൾ റൈറ്റ് ഫേസ് എന്ന് പറയും. ഇനി എവിടെയാണോ ഈ ടൂളിൻ്റെ ക്രോസ് സെക്ഷൻ, ഇതാണ് ശരിക്കും മെറ്റീരിയൽ, ഒരു പ്രിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെറ്റീരിയൽ, റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതാണ്. ഓക്കെ, റെക്റ്റാങ്കുലർ പ്രിസമാണിത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് ആംഗിൾസ് ഫോം ചെയ്തത്. അങ്ങനെ കട്ട് ചെയ്തു, 2 ഡയറക്ഷണൽ ആംഗിൾ, ഇവിടെയും കട്ട് ചെയ്തു, ഈ ഫേസും കട്ട് ചെയ്തു. അങ്ങനെയാണ് ആംഗിൾസ് നമ്മൾ ഫോം ചെയ്തത്. ഇങ്ങനെ എവിടെയാണോ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞു വരുന്നത്, അതായത് നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ കഴ്സർ മൂവ് ചെയ്യുന്ന ഈ പോർഷൻ, ആ പോർഷനെയാണ് നമ്മൾ നെക്ക് എന്ന് പറയുന്നത്. നെക്ക്. ഇത്രയാണ് ഷാങ്ക്, ഫ്ലാങ്ക്, ഹീല്, അതായത് ടൂളിൻ്റെ ബേസ് ഹീല്. ഈ ഹീലിലാണ് നമ്മൾ ടൂൾ പോസ്റ്റിലോട്ട് ടൂൾ ഫിക്സ് ചെയ്യുക. സൈഡ് കട്ടിംഗ് എഡ്ജ്, എൻ കട്ടിംഗ് എഡ്ജ്. ഇത്രയാണ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ പാർട്സ്. ഈ ഫിഗർ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾസും ഫേസ്, റൈറ്റ് ഫേസ്, സൈഡ് ഫ്ലാങ്ക്, എൻ ഫ്ലാങ്ക്, ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോസ് റേഡിയസ്, അതായത് ഈ കോർണർ പോയിന്റിനാണ് നോസ് എന്ന് പറയുക. ഇതൊരു സർട്ടൺ റേഡിയസിലായിരിക്കും, വളരെ ചെറിയൊരു റേഡിയസിലായിരിക്കും. അതിനാണ് നോസ് റേഡിയസ് എന്ന് പറയുക. ഈ നോസാണ് കട്ടിംഗ് ഓപ്പറേഷനിൽ വർക്ക് പീസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് ഫേസ്, ഈ റൈറ്റ് ഫേസ് കൺസിഡർ ചെയ്യാം.
ഈ ഫേസിന് രണ്ട് ഇൻക്ലിനേഷൻസ് ഉണ്ട്. ഒന്ന് ഈ ഡയറക്ഷൻ, അതായത് ടൂൾ ലെന്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതുപോലെ എലോങ് ദ ലെന്ത് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ടൂൾ ലെന്തിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, എലോങ് ദ ലെന്ത് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഇപ്പം ടൂൾ ലെന്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇൻക്ലിനേഷനും ഇവിടെ ഇത് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആണ്. ഈ ടോപ്പ് സർഫസും ഈ ഇൻക്ലിനേഷനും അതിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ കാണിച്ചിരിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. സൈഡ് റേക്ക് ആംഗിൾ, അതായത് ടുവേർഡ്സ് ദ സൈഡ് ഓഫ് ദി ടൂൾ. ഓക്കെ, അതായത് നമ്മുടെ ഷാങ്കിൻ്റെ ഫേസ്, ഷാങ്കിൻ്റെ ടോപ്പ് ഫേസ്, മെയിൻ ബോഡിയാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനെയാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഷാങ്കിൻ്റെ ടോപ്പ് ഫേസും നമ്മുടെ റേക്കിൻ്റെ സൈഡ് വേസ് ഇൻക്ലിനേഷനും ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുക. ഷാങ്കിൻ്റെ ടോപ്പ് ഫേസും റേക്ക് ഫേസിൻ്റെ, ഇതാണ് റേക്ക് ഫേസ്. ഈ റേക്ക് ഫേസിൻ്റെ സൈഡ് വേസ് ഫോം ചെയ്യുന്ന ആംഗിൾ അതിനാണ് സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുക. ഓക്കെ, ഇനി ഇതുപോലെ ഈ ഷാങ്കിൻ്റെ ടോപ്പ് ഫേസ് ഈ റേക്ക് ഫേസ് എലോങ് ദ ലെന്ത് ഓഫ് ദി ടൂൾ ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞു. അതായത് നോസ് മുതൽ ഇങ്ങോട്ടും, നോസ് മുതൽ എലോങ് ദ ലെന്ത് ഓഫ് ദി ടൂളും ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ, അതായത് ഈ ഫ്ലാറ്റ് പോർഷനും നോസിൽ നിന്ന് എലോങ് ദ ലെന്ത് ഓഫ് ദി ടൂൾ ഇൻക്ലിനേഷൻ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളിനെ ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ടൂളിൻ്റെ ബാക്കിലോട്ട് എന്നുള്ള അർത്ഥത്തിൽ, ഇതാണ് ടൂളിൻ്റെ ഫ്രണ്ട് പോർഷൻ, ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയും. അപ്പോൾ റേക്ക് ഫേസിൽ ഫോം ചെയ്ത രണ്ട് ആംഗിൾ നമ്മൾ പറഞ്ഞു, സൈഡ് റേക്ക് ആംഗിൾ, ബാക്ക് റേക്ക് ആംഗിൾ. ഇനി നമുക്ക് അടുത്ത ആംഗിളിലോട്ട് പോകാം. ഈ എഡ്ജിനെയാണ് എൻഡ് കട്ടിങ് എഡ്ജ് എന്ന് പറയും, എൻഡ് കട്ടിങ് എഡ്ജ്. ഇനി ഈ നോസിൽ നിന്ന് നമുക്ക് ഈ ഷാങ്കിൻ്റെ ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് ആ ലൈൻ, പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈൻ. ഇനി എൻഡ് കട്ടിങ് എഡ്ജ് ഈ നോസിൽ നിന്ന് കുറച്ച് ഇൻക്ലൈൻഡ് ആണ്. അതായത് സൈഡിലോട്ട് പോകുമ്പോൾ കുറച്ച് ഇൻക്ലൈൻഡ് ആണ്. ഈ ഡയറക്ഷനിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രണ്ട് ലൈൻ, അതായത് റേക്കിൻ്റെ പോയിന്റ്, നോസിൻ്റെ പോയിന്റിൽ നിന്ന് ഷാങ്കിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ലൈനും ഈ ഇൻക്ലൈൻഡ് പ്ലെയിനും, അതായത് എൻ കട്ടിങ് എഡ്ജ്, ഇതാണ് എൻ കട്ടിങ് എഡ്ജ് എന്ന് പറയുക. ഈ എൻ കട്ടിങ് എഡ്ജും ഇത് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറയുക. ECE എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഓക്കെ, ഇനി ഇതേ ഫേസിൽ ടുവേർഡ്സ് ബോട്ടം ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഇനി നമ്മൾ ഈ എഡ്ജിന്, അതായത് സപ്പോസ് ഈ എഡ്ജിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ നോസിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ എഡ്ജിന് പെർപെൻഡിക്കുലറായിട്ട് നോസിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഈ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ, താഴോട്ട് തന്നെ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ, ഈ രണ്ട് ലൈനിനും ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് ക്ലിയറൻസ് ആംഗിൾ ഓർ എൻഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫേസിലുള്ള രണ്ട് ആംഗിൾ പറഞ്ഞു, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, എൻഡ് റിലീഫ് ആംഗിൾ. ഇപ്പോൾ എൻഡ് റിലീഫ് ആംഗിളാണ് വർക്ക് പീസ് മെഷീൻ ചെയ്ത് കഴിയുമ്പോൾ മെഷീൻഡ് പാർട്ടും വർക്ക് പീസും തമ്മിൽ കോണ്ടാക്റ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നത് ക്ലിയറൻസ് ആംഗിൾ ഓർ എൻഡ് റിലീഫ് ആംഗിളാണ്. എൻഡ് റിലീഫ് ആംഗിളാണ് മെഷീൻഡ് സർഫസും വർക്ക് പീസും തമ്മിലുള്ള കോണ്ടാക്റ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതായത് വർക്ക് പീസ് ഈ നോസിനെ മാത്രം ടച്ച് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ആംഗിളാണ്. ഈ ആംഗിൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു? ഇവിടെ ഒരു സർഫസ് കോണ്ടാക്റ്റ്, പോയിന്റ് കോണ്ടാക്റ്റിന് പകരം വർക്ക് പീസും ടൂളുമായിട്ട് സർഫസ് കോണ്ടാക്റ്റ് വരുമായിരുന്നു. ഇവിടെ നമ്മൾ ഓർക്കുക, ഇവിടെ ഒരു ടേൺ ചെയ്യുന്ന ഒരു സിലിണ്ടറിക്കൽ പീസ് ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇനി നമ്മൾ അടുത്തത് എൻ കട്ടിങ് എഡ്ജ് പറഞ്ഞു. ഇതാണ് സൈഡ് കട്ടിങ് എഡ്ജ്. ഈ സൈഡ് കട്ടിങ് എഡ്ജും രണ്ട് ഇൻക്ലിനേഷൻ ഉണ്ട്. സൈഡ് കട്ടിങ് എഡ്ജിന് രണ്ട് ഇൻക്ലിനേഷൻ ഉണ്ട്. ഒന്ന് താഴോട്ട് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ, ഒന്ന് ഈ ഡയറക്ഷനിൽ. അടുത്തത് എലോങ് ദ ലെന്ത് ഓഫ് ദ ടൂൾ, അതായത് ഈ ഡയറക്ഷനിൽ ഇൻക്ലിനേഷൻ ഉണ്ട്, പിന്നെ ഈ ഡയറക്ഷനിൽ ഇൻക്ലിനേഷൻ, രണ്ട് ഇൻക്ലിനേഷൻ ഉണ്ട്. ഇവിടെ
ഈ പ്ലെയിൻ രണ്ട് തരത്തിൽ ഇൻക്ലൈൻഡ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കാം സൈഡ് റിലീഫ് ആംഗിൾ, അതായത് ഈ ഷാങ്കിൻ്റെ ഈ പോയിന്റ്, ഷാങ്കിൻ്റെ അടുത്ത ഫേസ്, ഈ ഒരു ഫേസ് എടുക്കാം. ഈ ഫേസിന് പാരലായിട്ടുള്ള ലൈൻ, ഈ ഫേസിന്, അതായത് കാണിച്ചിരിക്കുന്ന ഈ ഫേസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത ഒരു ഭാഗം, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ നെക്ക് എന്ന് പറഞ്ഞ പോർഷൻ പറഞ്ഞു, അതായത് ഈ ടൂളിൻ്റെ ഷാങ്കിൻ്റെ ഏരിയ ഇവിടുന്ന് കുറഞ്ഞു വരുന്നു. നമ്മൾ ആംഗിൾസ് ഫോം ചെയ്യാൻ വേണ്ടി ഇവിടെ കട്ട് ചെയ്തതാണ് ഈ നെക്ക് പോർഷൻ. ഈ നെക്ക് പോർഷനിൽ നിന്ന് നമുക്ക് ഡൗൺവേർഡ്സ് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, ഈ ഡയറക്ഷനിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയും. സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയും. ഇനി ഇത് സൈഡ് കട്ടിങ് എഡ്ജാണ്. സൈഡ് കട്ടിങ് എഡ്ജാണ്. ഈ സൈഡ് കട്ടിങ് എഡ്ജും ഈ പ്ലെയിൻ്റെ ഇൻക്ലിനേഷനും, അതായത് ഈ പ്ലെയിൻ്റെ ഈ ഫ്ലാങ്ക് പോർഷൻ്റെ സൈഡ് ഫ്ലാങ്കിൻ്റെ ഇൻക്ലിനേഷനും ഇടയിൽ ഈ ഡയറക്ഷനിലെ ഇൻക്ലിനേഷനും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് കട്ടിങ് എഡ്ജും ഇൻക്ലിനേഷനും, അതായത് ബോട്ടം വേസ് ഇൻക്ലിനേഷൻ, അതിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിളിനെയാണ് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ 3D ഫിഗറിലായാലും 2D ഫിഗറിലായാലും ഇത്ര ആംഗിൾസ് മാർക്ക് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഷാങ്ക്, ഇപ്പം സൈഡ് റൈറ്റ് ആംഗിൾ പറഞ്ഞു, ഇതാണ് സൈഡ് റൈറ്റ് ആംഗിൾ. ടുവേർഡ്സ് സൈഡ് ഷാങ്കിൻ്റെ ലെന്തിന് പെർപെൻഡിക്കുലറായിട്ട് ഫോം ചെയ്യുന്ന ലൈൻ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഇടയിലുള്ള സൈഡ് റൈറ്റ് ആംഗിൾ. ഇനി ഷാങ്കിന് പാരലായിട്ടൊരു ലൈൻ കൺസിഡർ ചെയ്യുക. പിന്നെ നമ്മുടെ റൈറ്റ് ഫേസിൻ്റെ ബാക്ക്വേർഡ്സ് ഇൻക്ലിനേഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ബാക്ക് റൈറ്റ് ആംഗിൾ. ഇനി എൻഡ് കട്ടിങ് എഡ്ജ് ഉണ്ട്, എൻ കട്ടിങ് എഡ്ജ്. ഈ എൻ കട്ടിങ് എഡ്ജിൻ്റെ ആ പ്ലെയിൻ, കട്ടിങ് എഡ്ജ് ഭാഗമായ പ്ലെയിന് ഒരു സൈഡ് വേസ് ഇൻക്ലിനേഷൻ ഉണ്ട്. ആ ഇൻക്ലിനേഷൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് എൻ കട്ടിങ് എഡ്ജ് ആംഗിൾ. ഇനി എൻ കട്ടിങ് എഡ്ജിന് ബാക്ക്വേർഡ്സ് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, എൻ കട്ടിങ് എഡ്ജിൻ്റെ പ്ലെയിനിന് ബാക്ക്വേർഡ്സ് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതും നോസിൻ്റെ ടിപ്പിലൂടെ പോകുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളാണ് എൻ റിലീഫ് ആംഗിൾ. ഇനി സൈഡ് കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൈഡ് കട്ടിങ് എഡ്ജ് ഭാഗമായിട്ടുള്ള പ്ലെയിൻ. ഈ പ്ലെയിനിന് രണ്ട് ഇൻക്ലിനേഷൻ ഉണ്ട്. ഒന്ന് ഒരു ഇൻക്ലിനേഷൻ ഫോം ചെയ്യുന്ന, അതായത് ഡൗൺവേർഡ്സ് സ്ലോപ്പ് ഫോം ചെയ്യുന്ന ആംഗിളാണ് സൈഡ് റിലീഫ് ആംഗിൾ. ഇനി എലോങ് ദ ലെന്ത് ഓഫ് ദി ടൂൾ ഉള്ള സ്ലോപ്പ് ഫോം ചെയ്യുന്ന ആംഗിൾ, എലോങ് ദ ലെന്ത് ഓഫ് ദി ടൂൾ ഒരു സ്ലോപ്പ് ഉണ്ട്, അതും ഷാങ്കിൻ്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. പിന്നെ വർക്ക് പീസുമായിട്ട് കോണ്ടാക്ട് വരുന്ന നോസ്, ആ നോസിന് ഒരു ചെറിയൊരു റേഡിയസ് ഉണ്ട്, നോസ് റേഡിയസ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ. 3D ഫിഗറാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് 2D ഫിഗർ നോക്കാം. ഇപ്പോൾ 2D ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. കാണിച്ചിരിക്കുന്നതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. അപ്പോൾ സൈഡ് വ്യൂവിൽ നമുക്ക് സൈഡ് റൈറ്റ് ആംഗിൾ മാർക്ക് ചെയ്യാം. പിന്നെ സൈഡ് റിലീഫ് ആംഗിൾ, സൈഡ് റൈറ്റ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ. ഈ ഫിഗേഴ്സ് നമ്മൾ കണ്ടതാണ്. ഈ ഫിഗേഴ്സിൽ ഈ ആംഗിൾസ് നമ്മൾ ഐസോമെട്രിക് ഫിഗറിൽ കണ്ടതാണ്. ഇനി ഫ്രണ്ട് വ്യൂവിൽ നമുക്ക്, അതായത് ടൂളിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ ബാക്ക് റൈറ്റ് ആംഗിൾ, ഫ്രണ്ട് വ്യൂവിലാണ് ഈ ബാക്ക് റൈറ്റ് ആംഗിൾ കാണുക. ഇനി എൻഡ് റിലീഫ് ആംഗിൾ, ഇത് എൻഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, എൻഡ് റിലീഫ് ആംഗിൾ ഇത്രയും കാണാം. അടുത്തത് ടോപ്പ് വ്യൂവിൽ കാണുന്നത് എൻ കട്ടിങ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഷാങ്ക്, ഫേസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഫേസ്. ഈ ഫേസ് തന്നെയാണ് ഈ ഫേസ്. ഓക്കെ, ഈ ഫേസ് തന്നെയാണ് ഈ ഫേസ്, അത് തന്നെയാണ് ഈ ഫേസ്. റൈറ്റ് ഫേസ്, നോസ്, ഇത്രയും കാര്യങ്ങളാണ് കട്ടിങ് ടൂളിൻ്റെ നോമൻക്ലേച്ചറിലുള്ളത്. അടുത്ത ടൂൾ സിഗ്നേച്ചർ. അപ്പോൾ സിഗ്നേച്ചർ എന്ന് പറയുമ്പം എല്ലാവരും ഒരു ഐഡൻറ്റിറ്റിയാണ് സിഗ്നേച്ചർ. അപ്പോൾ ടൂൾ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ടൂൾ ഹാസ് ഗോട്ട് ആൻ ഐഡൻറ്റിറ്റി, അതിനാണ് നമ്മൾ ടൂൾ സിഗ്നേച്ചർ എന്ന് പറയുക. അപ്പോൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ സിഗ്നേച്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 10, 20, 7, 6, 8, 15, 1/32 ബ്രാക്കറ്റ് 0.8 കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ
ടൂൾ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓർഡർ ഉണ്ട്, അതായത് ഈ കാണിച്ചിരിക്കുന്ന ഓർഡർ ഉണ്ട്. മീൻസ് ഈ കാര്യങ്ങളിൽ ഓർഡറിൽ ഓരോ കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ബാക്ക് റൈറ്റ് ആംഗിൾ. 10 എന്ന് പറഞ്ഞ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാക്ക് റൈറ്റ് ആംഗിൾ ആണ്. 20 എന്ന് പറഞ്ഞ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈഡ് റൈറ്റ് ആംഗിൾ ആണ്. എൻഡ് റിലീഫ് ആംഗിൾ ഈക്വൽ ടു 7 degrees, സൈഡ് റിലീഫ് ആംഗിൾ ഈക്വൽ ടു 6 degrees, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ 8 degree, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ 15 degree, നോസ് റേഡിയസ് 1/32 inch or 0.8 mm. ഇവിടെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിനെ, അതായത് ഈ ന്യൂമറിക്കൽസ് ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർഡറിന് പ്രാധാന്യമുണ്ട്, കാരണം ഓരോ കാര്യങ്ങളും ഓരോതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെ നമുക്ക് ഇത് എഴുതാൻ നോക്കാം. ആദ്യം റേക്ക് ആംഗിൾസ് ആണ് കാണിക്കുക. റേക്ക് ആംഗിൾസ്, പിന്നെ റിലീഫ് ആംഗിൾസ്, പിന്നെ കട്ടിംഗ് എഡ്ജ് ആംഗിൾസ്. അപ്പോൾ റേക്ക് ആംഗിൾസിൽ വരുമ്പോൾ ബാക്ക് റേക്ക്, സൈഡ് റേക്ക്. ഇനി റിലീഫ് ആംഗിൾസിൽ വരുമ്പോൾ എൻ റിലീഫ്, സൈഡ് റിലീഫ്. ഇനി കട്ടിംഗ് എഡ്ജ് ആംഗിൾസിലോട്ട് വരുമ്പോൾ എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഈ 3 കാര്യങ്ങളുള്ളത്. അപ്പം റേക്ക് ഈ ഓർഡർ ഓർത്തുക. റേക്ക് ആംഗിൾസ്, റിലീഫ് ആംഗിൾസ്, കട്ടിംഗ് എഡ്ജ് ആംഗിൾസ്. റേക്ക്, റിലീഫ്, കട്ടിംഗ്, റേക്ക്, റിലീഫ്, കട്ടിംഗ് എന്ന് ഓർത്തു. ഇനി ബാക്ക് റേക്ക് ഉണ്ട്, സൈഡ് റേക്ക് ഉണ്ട്. അപ്പം ഇവിടെ BS അത് ആൽഫബറ്റിക്കൽ ഓർഡറാണ് ഓർത്ത് വെച്ചാൽ മതി. BS. ഇനി എൻ കട്ടിംഗ് എഡ്ജ് ES. ഇനി എൻ കട്ടിങ് എൻ റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ ES. പിന്നെ എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ അത് ES. അപ്പോൾ ആ ആൽഫബറ്റിക് ഓർഡർ എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് ഓർക്കുക. റേക്ക് ആംഗിൾസ് ആദ്യം, സെക്കൻഡ് റിലീഫ് ആംഗിൾസ്, തേർഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾസ്, ആൻഡ് ഫൈനലി നോസ് റേഡിയസ്, ഒന്നില്ലെങ്കിൽ ഇഞ്ചിൽ അല്ലെങ്കിൽ mm. ഇവിടെ 0.8 mm ആണ് നോസ് റേഡിയസ്. അപ്പോൾ ഇങ്ങനെ ഓർഡറിൽ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതിനാണ് ടൂൾ സിഗ്നേച്ചർ എന്ന് പറയുക. അപ്പോൾ ഓരോ ആംഗിളും ഓരോ വാല്യൂ, ഓരോ ന്യൂമറിക്കൽ വാല്യൂ, ഓരോ ആംഗിൾസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓർഡറിന് ഒരു പ്രാധാന്യമുണ്ട്. ഈ ഓർഡറിലായിരിക്കും ഓരോ ആംഗിളും നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇതുപോലെ ടൂൾ എഴുതിയിട്ട് ഇതിൻ്റെ എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഏതാണെന്ന് ചോദിച്ചാൽ 5th ആയിട്ട് എഴുതിയ ആംഗിൾ ആയിരിക്കണം എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഓക്കെ, അതാണ് ടൂൾ സിഗ്നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ്.